നയൻതാര വിറ്റ്സ് ധനുഷ് പോരിനാണ് തമിഴകം സാക്ഷിയായിരിക്കുന്നത്. ധനുഷ് നിർമ്മിച്ച സിനിമയുടെ 3 സെക്കൻഡുള്ള ദൃശ്യത്തിന് 10 കോടി രൂപ കൊടുക്കണമെന്നാവശ്യപ്പെട്ടതായും ധനുഷ് തന്നോട് പ്രതികാരദാഹിയെപ്പോലെയാണ് പെരുമാറുന്നതെന്നും തുടങ്ങി നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നയൻതാര ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ധനുഷിനും നയൻതാരയുമായി പ്രശ്നമുണ്ടായതെന്ന ചോദ്യം പലരും ഉന്നയിച്ചു. ധനുഷ് വിഘ്നേഷ് ശിവൻ പ്രശ്നമാണ് ഇതിന് കാരണമെന്നായിരുന്നു പൊതുസംസാരം. അതിൽ നടനും യൂട്യൂബറുമായ അനന്തൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. ധനുഷും ഭാര്യയും ബന്ധം വേർപിരിഞ്ഞതിന് കാരണം നയൻതാരയാണെന്നും പുതിയ പ്രശ്നങ്ങൾ ഇന്ന് തുടങ്ങിയതല്ലെന്നുമാണ് തമിഴിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ അനന്തൻ വ്യക്തമാക്കുന്നത്. വിഘ്നേഷ് ശിവൻ നയൻതാരയുടെ ജീവിതത്തിൽ വന്നതു മുതൽ ധനുഷിന് ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്നുവെന്നും അനന്തൻ പറയുന്നു. സാധാരണക്കാരനായ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വലിയൊരു നടിയെ വിവാഹം ചെയ്തു എന്നത് ധനുഷിന് ഉൾക്കൊള്ളാനായില്ലെന്നും ഇയാൾ പറയുന്നു. മനുഷ്യരെല്ലാവരും യേശുക്രിസ്തുവും ബുദ്ധനും ഒന്നുമല്ലല്ലോ. ഇത്രയും കാലം തന്നോട് അടുപ്പത്തിലായിരുന്ന ഒരു നടിയെ പെട്ടെന്നൊരാൾ വന്ന് തട്ടിയെടുത്തതുപോലെയായി. അതിൻ്റെ ഒരു ദേഷ്യവും ഉണ്ടാകും. മാത്രമല്ല, ധനുഷ് നിർമ്മിച്ച സിനിമയിൽ ഇവർ രണ്ടുപേരും നടന്ന രീതികളും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായില്ല. അതിനൊരു മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഇവർ തന്നെ ഒരു അവസരം കൊടുത്തതുപോലെയായി. ഇവരുടെ വിവാഹ വീഡിയോ നെറ്റ്ഫ്ലിക്സിൽ കൊടുത്തത് വലിയൊരു തുക വാങ്ങിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും നടക്കില്ല. ഈ സിനിമയുടെ ദൃശ്യങ്ങൾ വേണമെങ്കിൽ ധനുഷിനോട് നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനു പകരം അദ്ദേഹത്തിൻ്റെ മാനേജറെ ബന്ധപ്പെട്ട് തികച്ചും ഒഫീഷ്യലായിട്ടാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അതിലും ധനുഷ് വഴങ്ങാതെ വന്നതോടെ നേരിട്ട് കാണണമെന്ന് നയൻതാര ആവശ്യപ്പെട്ടു. മാനേജറുടെ നിർബന്ധത്തെ തുടർന്ന് ധനുഷ് കാണാമെന്ന് സമ്മതിച്ചു. ഇതോടെ തൻ്റെ ഓഫീസിലേക്ക് വരാനാണ് നയൻതാര പറഞ്ഞത്. ആവശ്യം അവർക്കാണ്. അങ്ങനെയുള്ളപ്പോൾ നടി ധനുഷിനെ കാണാൻ അങ്ങോട്ടാണ് പോകേണ്ടിയിരുന്നത്. അതിനു പകരം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നടനെ ചൊടിപ്പിച്ചു. നയൻതാരയും വിഘ്നേഷും വിവാഹിതരായത് തമിഴ് ഇൻഡസ്ട്രിയിലെ പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതിന് കാരണം പലരും ആഗ്രഹിച്ചിരുന്ന നയൻതാരയെ സാധാരണക്കാരന് കിട്ടിയെന്നതാണ്. പ്രഭുദേവയും സിംബുവും മാത്രമല്ല, നടൻ ധനുഷിനും നയൻതാരയെ ഇഷ്ടമായിരുന്നു. ഒരു കാലത്ത് ധനുഷ് നയൻതാരയെ സ്നേഹിച്ചിരുന്നു. നയൻതാരയ്ക്കും ഇഷ്ടമുണ്ടായിരുന്നു. ഇതൊക്കെ പുറം ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. ധനുഷും ഭാര്യ ഐശ്വര്യ രജനീകാന്ത് ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതിൻ്റെ കാരണം തുടങ്ങിയത് തന്നെ നയൻതാരയുടെ പേരിലാണ്. അതിനുശേഷമാണ് ധനുഷിൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നാണ് ഇയാൾ പറയുന്നത്.